ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. റിയാക്ഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പല സന്ദർഭങ്ങളിലും നമ്മൾ റിയാക്ട് ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കടകളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് 1 രൂപ 2 രൂപ ഒക്കെ ബാക്കി വരുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മളെ ആ കടക്കാർ നോക്ക് പോലും ചെയ്യില്ല, ഒരു പൊക്കോളും എന്നുള്ള രീതിയിൽ. അതുപോലെ ബസ് കയറുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളതായിരിക്കും 1 രൂപ ഒക്കെ ബാക്കി തരാനുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കണ്ടക്ടർ നമ്മളെ മൈൻഡേ ചെയ്യില്ല, നമ്മൾ ഇറങ്ങുന്ന വരെ അവർ വരെയില്ല. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ റിയാക്ട് ചെയ്യാറില്ല. 1 രൂപയല്ലേ പൊക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ 1 രൂപയ്ക്ക് എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മൾ കടകളിലായാലും ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ 1 രൂപ 2 രൂപ ഒക്കെ ആകുമ്പോൾ ആ കടക്കാർ നമ്മൾ ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ 1 രൂപയ്ക്ക് മിഠായി തരും, അല്ലെങ്കിൽ 2 രൂപയ്ക്ക് മിഠായി തരും, 5 രൂപയ്ക്ക് മിഠായി തരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ 5 രൂപ നമ്മളെ കയ്യിൽ തന്നാൽ നമുക്ക് 5 രൂപയ്ക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ അവരുടെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് അവർ ചില്ലറയില്ല 5 രൂപയ്ക്ക് മിഠായി കൊണ്ടുവെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മിഠായി തരും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്താവും, സ്ട്രൈക്ക് കിട്ടുമോ ഒന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും 2 സ്ട്രൈക്ക് കിട്ടിയല്ലേ, ഇനിയിപ്പോൾ വരുന്നോട്ട് വെച്ച് കാണാം എന്നുള്ള രീതിക്കാണ് ഞാൻ പോണത്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്ക്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ യാത്ര പോയിട്ട് വന്ന് ഇവിടെ കയറി ആഹാരം കഴിച്ചു. ആഹാരം 186 രൂപയുടെ ആഹാരം കഴിച്ചു. 200 രൂപ ഇവിടെ കൊടുത്തു. ബാക്കി 14 രൂപയുടെ പ്രശ്നം. വേറെ ആരും ആഹാരം കഴിച്ചിട്ട് ഗൂഗിൾ പേയിൽ പൈസ കൊടുത്തതിന്റെ സംസാരത്തിലായിരുന്നു. അതെ, 24 ഉള്ള തർക്കം. ആ തർക്കത്തെ തുടർന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളായി ചീത്തവിളിയായി. അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവരോടി ബസ് സ്റ്റാൻഡിൽ പോയി. ബസ് സ്റ്റാൻഡിൽ പോയപ്പോ ഇവിടെ ആളുകൾ ചെന്ന് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഗുണ്ടകളെ പോലെയുള്ള മോഡലാണ് കാണിച്ചെന്ന് പറയുന്നത്. അങ്ങനെ ആക്രമിച്ച് അവർ കൊണ്ടുവന്ന് പോലീസിൽ പരാതി കൊടുത്തു. 2 പാർട്ടിക്കാരെയും വിളിപ്പിച്ചു. 2 പാർട്ടിയും പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഇവർ പറയുന്നു ഇവരെ ചീത്ത വിളിച്ച് ഇവരെ ഉപദ്രവിക്കാൻ ചെന്നു എന്നൊക്കെ ഇവർ പറയുന്നു. ഇപ്പോഴും പറയുന്നു കേസെടുക്കരുത്, പണം കൊടുക്കാമെന്ന് പറയുന്നു. ഇവര് പണം കൊടുക്കാമെന്ന് പറയുന്നു. പണം കൊടുത്ത പരിഹരിച്ച് തീരുന്നതല്ല. കാരണം ഇന്ന് ഇവർക്കുണ്ടായി, നാളെ ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവൂലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ഭാര്യയും ഭർത്താവും കൂടി തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മോഡേൺ ബേക്കറി, ഒരുപാട് നാളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ബേക്കറിയാണ്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ 186 രൂപ എങ്ങാണ്ടാണ് ആയത്. അപ്പോൾ അവർ 200 രൂപയുടെ നോട്ടാണ് കൊടുത്തത്. ബാക്കി 14 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ തന്നെ ഫുഡ് കഴിച്ച് വന്ന ആരോ ഗൂഗിൾ പേ ചെയ്യുന്ന തിരക്കിൽ പൈസ വാങ്ങിയിട്ടുള്ള ആൾ ഈ കാര്യം മറന്നു പോയിട്ടുണ്ടാവണം. 14 രൂപ ബാക്കി കൊടുക്കാനുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഇവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആൾ ചോദിച്ചപ്പോൾ ഈ പൈസ വാങ്ങി വെച്ച ആൾ പറഞ്ഞു ഞാൻ ബാക്കി തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് എന്തിനാണോ എൻ്റെ പൈസ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഈ കാണിച്ച ക്ലിപ്പ് എൻ്റെ ബാക്കിയായിട്ട് എല്ലാ വീഡിയോസും ഉണ്ട്. പക്ഷെ ഞാനതെല്ലാം കൊടുക്കുന്നില്ല. ചെറിയൊരു കാര്യം മാത്രമാണ്, അതായത് നടന്നിട്ടുള്ളൊരു സംഭവം അതിൻ്റെ ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം അവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവുകയും ഉന്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവർ പൈസ കൊടുക്കുകയും ഇവർ ബസ് കയറാനും വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്റ്റാഫുകൾ പോയി അവരുടെ അടുത്ത് ഗുണ്ടായുസം കാണിച്ചെന്നാണ് പറയുന്നത്. ഗുണ്ടകളെ പോലെ പെരുമാറിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അടിക്കാനൊക്കെ ഇതായി, പിടിയും വലിയും കാര്യങ്ങളൊക്കെ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ ഭാര്യ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിന് 2 വർഷം മുമ്പ് ആളുടെ എന്തോ ചെവിക്ക് കാർ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ചെവിയുടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും ചെയ്യരുതെന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലോണം ഉപദ്രവിച്ച പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പം അതെല്ലാം ആ വീഡിയോയിലുണ്ട്, കറക്റ്റായിട്ട് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഫുള്ളായിട്ട് പറയുന്നില്ല എന്നുള്ളൂ. ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു കേസ് കൊടുക്കുകയും പോലീസുകാർ വരികയും പൈസ കൊടുക്കാം, കേസ് എടുക്കരുത് എന്നൊക്കെ ബേക്കറിക്കാർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ബേക്കറിക്കാരൻ പൈസ വാങ്ങി വെച്ച സമയത്ത് ആൾക്ക് പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക്, അതായത് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു നുണ മറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ആ സ്ഥലത്ത് 14 രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്രശ്നമുണ്ടായി ആൾ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആളുടെ അടുത്ത് ചിലപ്പോൾ റേസ് ചെയ്തത്. പക്ഷെ അതായിരുന്നില്ല സംഭവം. ആൾ കൂടുകയും പ്രശ്നം വലുതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ സംഭവിച്ചതായിരിക്കാം, അങ്ങനെയുള്ളൊരു മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒരുപാട് നാളുകളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ബേക്കറി ആണല്ലോ. പക്ഷേ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബേക്കറി ആണ്,
ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്നത്. എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനോടൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവരെന്തോ ഔദാര്യം പോലെയാണ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കും ഇതുപോലെ പല സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് ചില കടകളിൽ ചെല്ലുന്ന സമയത്ത്. അതിപ്പോൾ ഫുഡ് കഴിക്കാനല്ല, ഫുഡ് കഴിക്കാൻ ഞാൻ പോയിട്ടുള്ള കടകളിലും മിക്കതും നല്ല സർവീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേറെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളുടെ പൈസ കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഔദാര്യത്തിൽ നമ്മളെന്തോ എടുക്കാൻ ചെന്ന പോലെയാണ് അവരുടെ ചില സ്വഭാവങ്ങൾ. ഒന്നോ രണ്ടോ ഒക്കെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഭയങ്കര. അപ്പോൾ ഞാനിതിപ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറയും, ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ അതായത് ഡ്രസ്സുകളൊക്കെ നോക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഭയങ്കര പണിയാണ് എടുത്ത് വെക്കേണ്ടതൊക്കെ. ഞാനും ഇതുപോലെ ഡ്രസ്സ് കടയിൽ നിന്നിട്ടുള്ള ഒരാളാണ്. ഞാനും നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറിയിട്ടുള്ളത്. നമ്മളൊരിക്കലും പൈസ കൊണ്ടുവരുന്ന ഒരാളുടെ അടുത്ത് എൻ്റെ ഇഷ്ടത്തിന് നീ എല്ലാം ചെയ്യണം എന്ന് പറയാൻ പാടില്ലല്ലോ. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടുവന്നിട്ട് ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാനോ നിൽക്കുമ്പോൾ അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോപ്പിലൊരു സ്റ്റാഫിനെ നമ്മൾ നിർത്തുന്നത്. പക്ഷേ ഈ മോഡേൺ ബേക്കറി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റാഫും അവിടെ ഉള്ള എല്ലാവരും ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു കമൻറ്റ് താഴെ വേറെ 2-3 കമൻറ്റുകൾ ഇതുപോലുള്ളത് വന്നിട്ടുണ്ട്. അവിടുത്തെ പോലീസുകാരൊന്നും അവിടെ വില വയ്ക്കാറില്ല, ചെക്ക് ചെയ്യും, 2 ദിവസം അടച്ചിടും, അത് കഴിഞ്ഞ് 2ൻ്റെ അന്ന് പിന്നെയും തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബേക്കറി അടച്ചുപൂട്ടാനുള്ള ടൈം ഒരുപാട് കഴിഞ്ഞു. പക്ഷേ പൈസയുടെ കുന്തളിപ്പിലാണ് ഇവരിങ്ങനെ നിന്ന് പോകുന്നതെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി. അപ്പം വേറൊന്നുമല്ല, എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ച് തന്നെ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടാവും, ആരും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവും, ആരും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ പ്രതികരിക്കാതെ മാറി നിന്നിട്ടുണ്ടാവും. ഞാനൊക്കെ പല ടൈമിൽ ഇതുപോലെ 1 2 എന്നൊക്കെ ചോദിച്ച് നമ്മൾ മാറി നിന്നിട്ടുണ്ടാവും. പക്ഷെ ആ 1 2 വില നമുക്ക് മാത്രമേ മനസ്സിലാവും. അവർക്ക് അറിയുന്നുണ്ടാവില്ല, അവർ വലിയ വലിയ ആളുകളാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആ 1 രൂപയിലും 2 രൂപയിലും ഞങ്ങൾക്ക് അത് ഒരുപാട് വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്ക് വെറുതെ തരാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില, GST എല്ലാം പറഞ്ഞൊരു ബില്ലായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ കൂടുതൽ പൈസ ഒന്നും നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു ബേക്കറിയാണ്, 47 വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയ ആ ചേട്ടൻ കാണിച്ച മനസ്സിനൊരു ബിഗ് സല്യൂട്ട്. എന്തായാലും ഇത്ര ധൈര്യത്തോടുകൂടി അവിടെ പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി. അപ്പം അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവർക്കും 1 രൂപയിലും 2 രൂപയിലും 10 രൂപയിലും 14 രൂപയിലും വില തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ എല്ലാവരും ഊറ്റി കുടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്ന് മനസ്സിലാക്കുക. അതൊക്കെ പോട്ടെ, 1 രൂപ 2 രൂപ കേസൊക്കെ നമുക്ക് വിടാം. പക്ഷേ ഈ കേസ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു ഞങ്ങൾ പൈസ കൊടുക്കാം, കേസൊന്നും എടുക്കരുത്, പ്രശ്നമാക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും വലിയ സ്ഥലത്ത് ഇത്രയും അധികം ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിക്കുകയും തല്ലുകയും ഉപദ്രവിക്കുകയും അങ്ങനെയെല്ലാം ചെയ്ത് ഇത്രയധികം മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയെല്ലാം ചെയ്തിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അപമാനത്തിന് എന്തെങ്കിലും ഒരു ഇതാവുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? എന്താണ് ഇവർ കേസ് എടുക്കരുത് എന്ന് പറയുന്നത്? കേസ് എടുക്കണം, പൈസ വേണ്ട, കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക തന്നെ വേണം ഇവരുടെ പേരിൽ. ആ കട അടച്ചുപൂട്ടാൻ പറ്റുമെങ്കിൽ അടച്ചുപൂട്ട് തന്നെ വേണം. കാരണം പാരമ്പര്യമായിട്ട് അവരങ്ങനെയാണ്. ഈ 47 വർഷത്തെ പാരമ്പര്യം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത നല്ലൊരു ചീത്തപ്പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത്. നല്ല രീതിക്കാണെങ്കിൽ 47 അല്ല 57 ആയാലും വർഷം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, അത് ഉറപ്പാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും 47 വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അവിടെ ഇത്രയും നാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല എന്നാണ് പല കമൻറ്റുകൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. വേറൊന്നുമല്ല, ഈ 47 വർഷമായിട്ട് പ്രശ്നങ്ങളും സ്റ്റാഫുകൾ ഭയങ്കര റൂഡായിട്ട് പെരുമാറുകയും അതുപോലെ തന്നെ 2 ദിവസത്തിന് വേണ്ടിയിട്ട് അടച്ചിട്ട് കഴിഞ്ഞ് 3ൻ്റെ അന്ന് തുറക്കും, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ 47 വർഷത്തെ പാരമ്പര്യം ഉണ്ടാക്കിയെടുത്തതെന്ന് പല കമൻറ്റുകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി അടയ്ക്കുവാണെങ്കിൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ അടയ്ക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ അടയ്ക്കണം. ഇതൊരു പ്രശ്നമാക്കി, വലിയ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാക്കി തന്നെ മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ എന്തായാലും അത്രയുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.